പാസ്റ്ററിൻ്റെ ഫാമിലി, മക്കൾ, പ്രിയ ആൻറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, മക്കൾ, അവർ ഈ ഗിൽഗാൽ ആശ്വാസവിനെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? കാരണം കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും മുമ്പോട്ട് ഇത്രയും വലിയൊരു സ്ഥാപനം പോകത്തില്ല. എങ്ങനെയാണ് അവരുടെ സപ്പോർട്ട്? എൻ്റെ വൈഫിൻ്റെ ഞാൻ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് ദൈവം വളരെ വ്യക്തിപരമായിട്ട് ദൈവം ഇടപെട്ട ആ ഒരു പാഷൻ ദൈവം കൊടുത്തുകൊണ്ട് ആ ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. കുഞ്ഞുങ്ങൾ 2 പേരാണ്, മോനാണ് മൂത്തത്, മോള് രണ്ടാമത്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവർക്ക് 3 കുഞ്ഞുങ്ങളുമുണ്ട്. കുഞ്ഞിലെ മുതൽ അവരിത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങളാണ്. ഇവരുടെ കൂട്ടത്തിൽ വളർന്ന കുഞ്ഞുങ്ങളാണ്. അവർക്ക് 2 പേർക്കും ഇവരെ ജീവന തുല്യമായിട്ട് ഇവരെ സ്നേഹിക്കുന്നവരാണ്. മോനെ സംബന്ധിച്ചിടത്തോളം അവന് MSW കഴിഞ്ഞാണ്, സൗണ്ട് എഞ്ചിനീയറാണ്. അപ്പോൾ ആ മേഖലയിൽ അവൻ എന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് കുറച്ച് നാൾ എനിക്കതൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ എനിക്ക് പപ്പായുടെ കൂടെ നിന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കും, എനിക്ക് ഈ മേഖല സേവനമാണ് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ മേഖലയിൽ അവൻ സൗണ്ട് എഞ്ചിനീയറൊക്കെ ചെയ്തു, സൗണ്ട് ഇൻസ്റ്റാളേഷൻ ചെയ്തു പലയിടത്തും. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ. അതെ, പലർക്കും അവനെ അറിയാവുന്ന ഒരാളാണ്. ദൈവം അങ്ങനെ ഒരു സ്കില്ല് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസം മുതൽ ഫുൾ ടൈം ഹാനോക്കും ഫാമിലിയും, ഹാനോക്കിൻ്റെ ഭാര്യയുടെ പേര് ഷെറിൻ എന്നാണ്, മോളും അങ്ങനെ വലിയ താല്പര്യമാണ്. അങ്ങനെ മെയ് മാസം മുതൽ ഫുൾ ടൈം ഹാനോക്ക് ഈ ജോലിയിലേക്ക് വന്നു. പക്ഷേ അന്നേരം യമഹ കമ്പനി ഒരു വലിയ ഓഫറൊക്കെ അവന് കൊടുത്തു, പക്ഷേ അവനത് വേണ്ടാന്ന് വെച്ചു. ഫുൾ ടൈം ഇപ്പം ഗിൽഗാൽ ആശ്വാസവൻ്റെ ചുമതലയിലാണ്. ദൈവം അവന് കൊടുത്തിരിക്കുന്ന കുറച്ച് ഗിഫ്റ്റുണ്ട്. അത് കീബോർഡ് വായിക്കും, പിന്നെ ഒരു മ്യൂസിക് ടീമുണ്ട്, ഗാനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും, പിന്നെ അവരുടെ കൂട്ടത്തിൽ പിന്നെ അവർ കുറച്ച് സൈക്കോളജി അറിയാം, അതുകൊണ്ട് അവരെ ആ രീതിയിലും കെയർ ചെയ്യുന്നുണ്ട്. ഹാനോക്കിൻ്റെ വരവ് എനിക്ക് വലിയൊരു ആശ്വാസമായി, ഗിൽഗാലിന് അത് വലിയൊരു ആശ്വാസമായി. അവിടെയുള്ള എല്ലാവർക്കും ഹാനോക്ക് എന്ന് പറഞ്ഞാൽ ജീവനത്തിൽ സ്നേഹിക്കുന്നു, അവനും അതുപോലെ അവരെ സ്നേഹിക്കുന്നു.